അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഖൈറ അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, വളരെ സജീവമായ ആലോചനകൾക്ക് വഴി തുറന്ന ഈ ചർച്ച നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. വാക്കുകളിൽ സഭ്യത വേണം. ഡബിൾ മീനിങ് ഉള്ള പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ പോലും സഭ്യതരമായത് വരാൻ പാടില്ല. വസ്ത്രധാരണത്തിൽ സഭ്യത വേണം. ആളുകളെ പ്രൊവോക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ആളുകളെ പ്രലോഭിപ്പിക്കുന്ന വസ്ത്രരീതി പാടില്ല. കുറച്ച് ദിവസങ്ങളായി മീഡിയകളിൽ, സോഷ്യൽ മീഡിയകളിൽ ഒക്കെ ചൂടേറിയ ചർച്ചകളിൽ പറയപ്പെടുന്ന വാദങ്ങളാണിവയൊക്കെ. വാക്കായാലും വസ്ത്രമായാലും ചില ലിമിറ്റേഷനുകളുണ്ട് എന്നത് അപ്പോൾ അവിതർക്കിതമാണ്. പിന്നെ ഇവിടെ ചർച്ച ആരാണ് ഈ മൊറാലിറ്റി നിശ്ചയിക്കുന്നത്? ഹൂ ഈസ് ദ അതോറിറ്റി ടു ഡിഫൈൻ ദ മൊറാലിറ്റി ആൻഡ് ഓൺ വാട്ട് ബേസിസ് ഇറ്റ് ഷുഡ് ബി എസ്റ്റാബ്ലിഷ്ഡ്? എന്തടിസ്ഥാനപ്പെടുത്തിയാണ് ഇതൊക്കെ നിശ്ചയിക്കേണ്ടത് എന്നതാണ് ഇവിടുത്തെ ചർച്ച. ധാരാളം സെക്യുലർ തിയറികൾ നമ്മൾ അനലൈസ് ചെയ്തു. പുറമേ ഭയങ്കര ആകർഷകമെന്ന് തോന്നുമെങ്കിലും അവ പ്രായോഗികമല്ല, നിഷ്പക്ഷമല്ല, സമഗ്രമല്ല. അതൊക്കെ സംബന്ധിച്ചുള്ള ധാരാളം ചോദ്യങ്ങൾ ഇവിടെ ഉയർത്തപ്പെടുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ഇത് പ്രായോഗികമല്ല, അതല്ലെങ്കിൽ ഇത് സമഗ്രമല്ല എന്ന് നമ്മൾ പറയുന്നത്? ഈ തിയറികളൊക്കെ, ഈ ലിബറൽ തിയറികളെ മുഴുവൻ നമ്മൾ അനലൈസ് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും, ഇത് ഒരു പെർട്ടിക്കുലറായ ഒരു കാര്യത്തിൻ്റെ എക്സ്ട്രീം എൻഡാണ്. ചിലർ പറയുന്നത് ഹാപ്പിനെസ്സിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, മനുഷ്യൻ്റെ സന്തോഷത്തിന്. ചിലർ പറയുന്നു അല്ല, ഔട്ട്കംസ് എന്താണ്, കോൺസിക്വൻസസ്, ഒരു പ്രവർത്തനത്തിൻ്റെ പരിണിത ഫലങ്ങൾ എന്താണ്, അതാണ് നോക്കേണ്ടത്. വേറെ ചില ആളുകൾ പറയുന്നു കോൺസിക്വൻസുകളോ അതല്ലെങ്കിൽ ഒരു കൾച്ചറൽ കോണ്ടെക്സ്റ്റോ സാഹചര്യം ഒന്നും പരിഗണിക്കേണ്ടതില്ല, ആബ്സല്യൂട്ടായ ചില നിയമങ്ങളാണ് വേണ്ടത്. എന്നാൽ വേറെ ചിലർ പറയുന്നത് അങ്ങനെ ആബ്സല്യൂട്ടായ നിയമങ്ങളൊന്നുമല്ല ആവശ്യം. ഓരോ നാട്, ഓരോ കൾച്ചർ, ആ കൾച്ചറുകളൊക്കെ എന്തൊക്കെയാണോ ശരി എന്ന് പറയുന്നത് അത് ശരിയായിക്കോട്ടെ, അവരെന്താണ് തെറ്റ് എന്ന് പറയുന്നത് അത് തെറ്റായിക്കോട്ടെ. അപ്പോൾ ഒരു കാര്യത്തെ അതിൻ്റെ ഏറ്റവും എക്സ്ട്രീമായിട്ട് പരിഗണിച്ച് വരുന്നതിൻ്റെ അപകടമാണ് ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത്. വീട് പണി നടക്കുമ്പോൾ എൻജിനീയർ പണിക്കാരനോട് പറഞ്ഞു, ലാഡർ ഉണ്ടാക്കുകയാണ്, നല്ല സ്ലോപ്പായിക്കോട്ടെ, ഉഷാറായിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ കിടക്കാനുള്ള ഡോറും കൂടി ക്രോസ് ചെയ്തുകൊണ്ട് അടിപൊളിയായിട്ട് ഒരു കോണിയാണ് ഉണ്ടാക്കി. അപ്പോൾ പിന്നെയാണ് എൻജിനീയർ വന്ന് ചോദിക്കുന്നത്, അപ്പോൾ ഇതിലേക്ക് കടക്കേണ്ടതെന്ന്. അപ്പോൾ നിങ്ങളല്ലേ നല്ല സ്ലോപ്പാക്കാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് സെക്യുലർ മോറൽ തിയറികളെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ സോഷ്യോ എക്കണോമിക് അതുപോലെ എഡ്യൂക്കേഷണൽ പോളിസീസ് ഇതൊക്കെ ഫ്രെയിം ചെയ്യുന്ന ആളുകൾ ഇത്തരം പോളിസികൾ ഫ്രെയിം ചെയ്യുമ്പോൾ, സ്ട്രാറ്റജികൾ രൂപപ്പെടുത്തുമ്പോൾ പരിഗണിക്കുന്ന ഒരു കാര്യമുണ്ട്, എക്ലക്റ്റിക് ടെൻഡൻസി എന്ന് പറയും. അവിടെ വന്ന ആലോചനകളുടെ, ചിന്തകളുടെ, ഫിലോസഫികളുടെയൊക്കെ പോസിറ്റീവായിട്ടുള്ള വശങ്ങൾ സ്വാംശീകരിക്കുകയും അവരൊക്കെ പറഞ്ഞതിലെ ദൗർബല്യങ്ങൾ അതിനൊക്കെ നിരാകരിക്കുകയും ചെയ്തുകൊണ്ട് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള, ഇൻക്ലൂസീവായിട്ടുള്ള, പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള ഒരു സൊല്യൂഷനിലേക്ക് അവർ എത്തിച്ചേരും. എന്ന് പറയുന്നത് പോലെ നമ്മൾ ഇസ്ലാമിക് മോറൽ ഫിലോസഫി എടുത്തു നോക്കുമ്പോൾ ഈ എല്ലാ ഘടകങ്ങളെയും, എല്ലാ ഡയമെൻഷനുകളെയും, വ്യക്തി എന്ന നിലക്ക് ഒരു വ്യക്തിയുടെ സന്തോഷം, സൊസൈറ്റി എന്ന നിലക്ക് ഒരു സൊസൈറ്റിയുടെ പ്ലഷർ, അതിൻ്റെ വെൽബീയിങ്, എക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങൾ, എത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾ, എൻവിറോൺമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതിലൊക്കെ അപ്പുറം ഇതൊക്കെ സസ്റ്റൈനബിൾ ആവണം എന്ന കാര്യം, ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഈ തിയറികളുടെയൊക്കെ പോസിറ്റീവുകളെ സാംശീകരിച്ചിട്ടുള്ള ഒരു ബ്ലെൻഡാണ് ഇസ്ലാമിക് മോറൽ ഫിലോസഫി എന്ന് നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഹാപ്പിനെസ് വേണം, അതാണ് വലിയ കാര്യം, സന്തോഷം വേണ്ടേ? പറയുന്നത് കേട്ടാൽ തോന്നും മതങ്ങൾ സന്തോഷത്തിനൊന്നും ഒരു പ്രാധാന്യം കൊടുത്തിട്ടില്ല. ഇസ്ലാമിൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് പണ്ഡിതന്മാർ വിശദീകരിച്ചത് അൽ മഖ്സിദുൽ ആം മിന തശ്രീഅ്
തഹ്ഖീഖു മസാലിഹി നാസ് ബിജൽബിൽ മസ്ലഹ വ ദഫ്ഇൽ മഫ്സദ. ഫണ്ടമെൻ്റൽ ഒബ്ജക്റ്റീവ് ഓഫ് ഇസ്ലാമിക് മോറൽ ഫിലോസഫി ഈസ് ടു അച്ചീവ് individual and social well-being by maximizing benefits and preventing harm. ഒരു മനുഷ്യന് ഇൻഡിവിജ്വൽ വെൽബീയിങ് സാധ്യമാവണം, അതേസമയം സൊസൈറ്റൽ വെൽബീയിങ്ങും സാധ്യമാവണം. ഇതെല്ലാവർക്കും മനസ്സിലാക്കുന്ന വളരെ സാധാരണമായ കോമൺ സെൻസാണ്. ഒരാൾ വാഹനം ഓടിക്കുകയാണ്, റോഡിലൂടെ വാഹനം ഓടിക്കുമ്പോൾ അയാൾക്ക് സന്തോഷം കിട്ടുന്നത് അയാളുടെ കാറിങ്ങനെ സിഗ്സാഗ് ചെയ്തിട്ട് ഇങ്ങനെ ആളുകളെയൊക്കെ ശല്യപ്പെടുത്തി ഓടിക്കുന്നതാണ്. അതാണ് അയാൾക്ക് പ്ലഷർ കിട്ടുന്നത്. അത് ചെയ്യാൻ നമ്മൾ ആരെങ്കിലും അനുവദിക്കുമോ? അപ്പോൾ അവർ പറയും അതാ സന്തോഷം, പക്ഷെ മറ്റുള്ളവർക്ക് ഹാംഫുൾ ആവാൻ പാടില്ല. മറ്റുള്ളവർക്ക് ഹാംഫുൾ ആവുന്നത് മാത്രം പരിഗണിച്ചാൽ പോരാ. ഇപ്പോൾ ഒരാൾ മദ്യപിക്കുന്നു, ഇസ്ലാമിക് മോറൽ ഫിലോസഫി പ്രകാരം മദ്യപാനം പാടില്ല. എനിക്ക് മദ്യപിക്കുമ്പോഴാണ് സന്തോഷം കിട്ടുന്നത് എന്നൊരാൾ പറയുമ്പോൾ അയാൾ ഇൻഡിവിജ്വൽ വെൽബീയിങ്ങിനെ പരിഗണിക്കുന്നില്ല. കാരണം ആ കുടിക്കാൻ കൊടുക്കുന്ന കള്ളിൻ്റെ കുപ്പിയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് ശരീരത്തിന് ഹാനികരമാണ്. ഇപ്പോൾ ഇൻഡിവിജ്വൽ വെൽബീയിങ്ങിനെ പരിഗണിക്കുന്നില്ല. സസ്റ്റൈനബിലിറ്റി, ലോകം ഇന്ന് ഒരുപാട് സെമിനാറുകളും സിമ്പോസിയങ്ങളും നടത്തി ലോകസമക്ഷം ലോക ജനതയെ ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന UNO പോലുള്ള സംഘടനകൾ 7 ഗോൾസ് എന്നൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന തലമുറക്കും ഇവിടെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റണം, അത് കണ്ടായിരിക്കണം റിസോഴ്സസ് ഉപയോഗിക്കണം എന്നാണ്. ഈ പ്ലഷറും ഹാപ്പിനെസ്സൊക്കെ പറയുന്ന ആൾ അടുത്ത തലമുറ പോട്ടെ, തൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആളുടെ സന്തോഷം പോലും അയാൾ ആലോചിക്കുന്നേയില്ല. അയാളുടെ സന്തോഷമാണ് ഇൻഡിവിജ്വൽ ഫ്രീഡം, ഇൻഡിവിജ്വൽ ഹാപ്പിനെസ്, ഇൻഡിവിജ്വൽ ലിബർട്ടി. ഇതൊക്കെ പറഞ്ഞ് വളരെ ബ്ലണ്ടർ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന തരത്തിലുള്ള വാദങ്ങളാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഇൻഡിവിജ്വലിനെ മതങ്ങൾ ഉൾക്കൊള്ളുന്നു എന്ന് മാത്രമല്ല, ഒരു ഇൻഡിവിജ്വലിൻ്റെ, ഒരു വ്യക്തിയുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അത്തരം കാര്യങ്ങളാണ് ഈ മതത്തിൻ്റെ, ഇസ്ലാമിൻ്റെ ഹയർ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞ് എടുത്തു വെച്ചിരിക്കുകയാണ് ഇസ്ലാമിൻ്റെ 5 ഹയർ ഒബ്ജക്റ്റീവ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരാളുടെ ഫെയ്ത്ത്, ഒരാളുടെ ലൈഫ്, ഒരാളുടെ ഇൻ്റലക്റ്റ്, ഒരാളുടെ ഡിഗ്നിറ്റി, ഒരാളുടെ വെൽത്ത്, ഇതിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇൻഡിവിജ്വൽ ഓട്ടോണമി ഇസ്ലാം നൽകുന്നില്ല. വ്യക്തിയാണെല്ലാം, വേറൊന്നും പരിഗണിക്കുന്നത് ഇസ്ലാം നൽകുന്നില്ല എന്നല്ല, നമ്മൾ പോലും ആരും അത് വകവെച്ച് കൊടുക്കൂല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ റോട്ടിലൂടെ ഒരാൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ അങ്ങനെ സിഗ്സാഗ് ചെയ്ത് പോകാൻ അയാൾ ശ്രമിച്ചാൽ മറ്റുള്ളവരത് ഇട്ടുകൊടുക്കില്ല. എൻ്റെ ഹാപ്പിനെസ് അല്ലേ എന്ന് പറഞ്ഞാൽ നമ്മളത് അനുവദിച്ചു കൊടുക്കും. അതൊരു ബ്ലണ്ടർ മാത്രമാണ്. ആബ്സല്യൂട്ടായിട്ടുള്ള കുറേ നിയമങ്ങൾ ആവശ്യമാണ്. എല്ലാം കൾച്ചറുകൾ തീരുമാനിച്ചോട്ടെ എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ഒരു കൾച്ചറിൽ എല്ലാവരും കൂടെ തീരുമാനിച്ചു കാനിബലിസം, നരബലി, മനുഷ്യനെ അറുത്ത് തിന്നാം. അങ്ങനെ അവിടെ ഗസ്റ്റായിട്ട് വന്ന ഒരാളെ, നാട്ടിലേക്ക് വിരുന്നേരനായിട്ട് വന്ന ആളെ എല്ലാവരും കൂടി അറുക്കാൻ തീരുമാനിച്ചു. അത് ലോകം അനുവദിച്ചു കൊടുക്കും. അപ്പോൾ എല്ലാം കൾച്ചറുകൾക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല. ആബ്സല്യൂട്ടായിട്ടുള്ള എല്ലാ ലോകം മൊത്തം അംഗീകരിക്കുന്ന ചില ആബ്സല്യൂട്ട് ട്രൂത്തുകൾ ആവശ്യമാണ്. എന്നാൽ ഇത് പറയുമ്പോൾ വേറെ ചിലർ പറഞ്ഞു, നേരത്തെ ഇതൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല, എല്ലാം ആബ്സല്യൂട്ട് ആയിരിക്കണം. അതെങ്ങനെയാണ് പറയുക? കൾച്ചറുകളെ, ഓരോ കാലങ്ങളെ, സമയങ്ങളെ ഒക്കെ ഉൾക്കൊള്ളണ്ടേ ഇത്തരം മോറൽ ഫിലോസഫികൾ? എത്രയാണ് നമ്മളങ്ങനെ മാറി മാറി വന്നത്? അപ്പോൾ ഇസ്ലാമിൽ കുറേ സാർവലൗകികമായ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ കൾച്ചറുകളെ, അവിടെയുള്ള ചേഞ്ചസിനെ ഇസ്ലാം അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. റിലേറ്റിവിസം പറയുന്നത് വെറും കൾച്ചറുകളെ മാത്രം ഉൾക്കൊള്ളണം എന്നതാണ്. അവിടെയാണ് നമ്മൾ നേരത്തെ നരബലി ഉദാഹരിച്ചത്. ഈ കൾച്ചറുകളെ അഡോപ്റ്റ് ചെയ്യുക എന്നത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ശൈലികളിൽ ഏറ്റവും പ്രധാന സിഗ്നിഫിക്കൻറ്റ് പോർഷൻ ഓഫ് ഇസ്ലാമിക് ലീഗൽ റൂളിംഗ് എന്ന് തന്നെ പറയാൻ പറ്റും. ചാനലുകളിലൊക്കെ തട്ടട്ട കുട്ടികൾ തന്നെ വന്ന് പറയുന്ന തരത്തിൽ പലരും ബ്രെയിൻ വാഷ് ചെയ്തിരിക്കുകയാണ്. അതല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മളിവിടുത്തെ ഒരു മുസ്ലിം പ്രാക്ടീസ് അവർക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കി കൊടുത്തു എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. അവർ വലിയ ഘോരം പറയാണ്, ഇസ്ലാം ഒരു മാറ്റവും വരൂല എന്ന് മാത്രമല്ല, മാറാൻ അനുവദിക്കില്ല. പറയുന്നത് കേട്ടാൽ തോന്നും ഇസ്ലാം കടന്നുപോയ യുഗങ്ങൾ, സ്ഥലങ്ങൾ, ദേശങ്ങൾ, അവിടെയൊന്നും അവിടുത്തെ ഒരു കൾച്ചറിനെയും ഇസ്ലാം സ്വാംശീകരിച്ചിട്ടില്ല എന്നത്. ഇസ്ലാമിക് ലീഗൽ റൂളിങ്ങിൻ്റെ സിഗ്നിഫിക്കൻറ്റ് പോർഷൻ പല പണ്ഡിതന്മാരും പറഞ്ഞത് 90% റിയലൈസേഷൻ ഓഫ് ദി കോണ്ടെക്സ്റ്റ് ആണ്. അറബിയിൽ അതിന് തഹ്ഖീഖുൽ മനാത്ത് എന്ന് പറയും. ആ സാഹചര്യത്തെ പരിഗണിക്കുക എന്നതാണ്. അപ്പോഴേ ഒരു ലീഗൽ റൂളിംഗ് പ്രാക്ടിക്കൽ ആവുള്ളൂ, റെലവൻ്റ് ആവുള്ളൂ, അപ്ലിക്കബിൾ ആവുള്ളൂ. ഇത് റെലവൻറ്റും അപ്ലിക്കബിളും ആവണമെങ്കിൽ അവിടുത്തെ ഒരു ലോക്കൽ എൻവിറോൺമെൻറ്റ് പരിഗണിക്കേണ്ടതുണ്ട്. ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റൽ നീഡ്സ് അസസ് ചെയ്യേണ്ടതുണ്ട്. അഡാപ്റ്റിംഗ് ടു ടൈം ആൻഡ് പ്ലേസ്, ഒരു സാഹചര്യത്തോട് സന്ദർഭത്തോടൊക്കെ അഡാപ്റ്റഡ് ആയിട്ട് നിൽക്കേണ്ടതുണ്ട്. അതിലൊക്കെ അപ്പുറം
അവോയ്ഡിങ് ലിറ്ററലിസം. പലപ്പോഴും ഇവരൊക്കെ ഉയർത്തുന്നൊരു വാദമാണ്, എന്തെങ്കിലും ഒരു പ്രശ്നം കണ്ടാൽ നിങ്ങളെ കിതാബ് എടുത്ത് നോക്കും, എന്നിട്ട് അതിന് ഈ സാമൂഹികമായിട്ട് അത് അപ്ലൈ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല, എന്നിട്ട് അതിങ്ങനെ വിളിച്ചു പറയും. തഹ്ഖീഖുൽ മനാത്ത് എന്ന റിയലൈസേഷൻ ഓഫ് കോണ്ടെക്സ്റ്റ് എന്ന ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫത്വ എന്ന് നമ്മൾ പറയുന്ന അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 90% ഇതാണ്. അതിൽ ഈ റിയലൈസേഷൻ ഓഫ് കോണ്ടെക്സ്റ്റ് ആണ്. കിതാബുകൾ നോക്കുക എന്നുള്ളത് മാത്രമല്ല, അവോയ്ഡിങ് ലിറ്ററലിസം. ഏതോ ഒരു ടെക്സ്റ്റ് എടുത്തിട്ട് ആ ടെക്സ്റ്റിൽ ഏത് കോണ്ടെക്സ്റ്റിലാണ് അത് പറഞ്ഞത് എന്ന് പോലും മനസ്സിലാക്കാതെ അതിനൊക്കെ അങ്ങനെ സമൂഹത്തിൽ എഴുന്നള്ളിച്ച് സമൂഹത്തിൻ്റെ സുഖമായ പോക്കിൽ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുമ്പോൾ ഒരുപക്ഷെ സമൂഹം അങ്ങനെ തെറ്റിദ്ധരിക്കുന്നുണ്ടാവും. പക്ഷേ ഇസ്ലാം കൃത്യമായി നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ പണ്ഡിതന്മാർ ഏറ്റവും കൂടുതൽ ഇവിടെ ഇപ്പോൾ വെള്ള വസ്ത്രവും വെള്ള തുണിയൊക്കെ എടുത്താണ് ഇവിടെ നിൽക്കുന്നത്. ഇത് മദീനത്ത് നിന്ന് കൊണ്ടുവന്നൊന്നുമല്ല, ഇത് യമനിൽ നിന്ന് വന്നതുമല്ല, ഇത് ഇവിടുത്തെ കൾച്ചറാണ്. ആ കൾച്ചറിനെ ഇസ്ലാം സ്വാംശീകരിച്ചതാണ്. അതൊരു ശരിയാണ്, അതിലൊരു പ്രശ്നമല്ല. അത് ഈ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസിനെതിരല്ല, അതിന് ഇസ്ലാം സ്വാംശീകരിച്ചു. മരുമക്കത്തായം എന്ന സമ്പ്രദായമുണ്ട്, ഇവിടെ കടന്നു വന്നപ്പോൾ അത് എവിടുന്നോ കൊടുന്നതല്ല, ഇവിടെ ഉള്ളതാണ്, അതിന് ഇസ്ലാം സ്വാംശീകരിച്ചു. എന്നാൽ അതേസമയം ഡൗറി പോലെ സതി പോലെ ഒരുപാട് കൾച്ചറുകൾ ഇവിടെ ഉണ്ടായിരുന്നു, അതിന് ഇസ്ലാം ഉൾക്കൊണ്ടിട്ടില്ല. എന്തുകൊണ്ട്? അത് ഇസ്ലാമിൻ്റെ ഈ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസിനെതിരാണ്, ഹയർ ഒബ്ജക്റ്റീവ്സിനെതിരാണ്. വളരെ കൃത്യമായ മാനദണ്ഡങ്ങൾ പറയുന്നു എന്നതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും മോഡറേറ്റായ, ഇൻക്ലൂസീവായ, സസ്റ്റൈനബിളായ, അതിലൊക്കെ അപ്പുറം പ്രാക്ടിക്കലായ ഒരു ഇസ്ലാമിക് ഒരു മോറൽ ഫ്രെയിംവർക്കാണ് ഇസ്ലാം സമൂഹത്തിന് സമർപ്പിക്കുന്നത്. എന്നാൽ അതേസമയം മതരഹിത ധാർമ്മികത, നമ്മൾ ലിബറൽ ചിന്തകൾ എന്നൊക്കെ പറഞ്ഞ് എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്ന കാര്യങ്ങൾ പുറമേ ആകർഷകമെന്ന് തോന്നുമെങ്കിലും ഇവിടെ വിശദീകരിച്ചുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അത് പ്രാക്ടിക്കലല്ല, അത് പലപ്പോഴും മാനവിക വിരുദ്ധമാണ്, ഇൻകംപ്ലീറ്റ് ആണ്. അതിലൊക്കെ അപ്പുറം ഒരു സിസ്റ്റമാറ്റിക് ഗൈഡ് ലൈൻസ് അതിനില്ല. ലാക്ക് ഓഫ് സിസ്റ്റമാറ്റിക് ഗൈഡ് ലൈൻസ്, അത് തീരമില്ലാത്ത ഒരു കടലാണ്. കടലിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എവിടേക്കെങ്കിലും ഇത് എത്തണ്ടേ? രണ്ടാൾ തമ്മിലൊരു തർക്കമായി, ഓൻ്റെ ഇഷ്ടം പറയുന്നു, ഇവൻ്റെ ഇഷ്ടം പറയുന്നു. ഇത് എവിടെ ചെന്നാണ് അവസാനിക്കുക? കൃത്യമായ ഗൈഡ് ലൈൻസ് ഇല്ലാത്ത ഒരു ആളുകളെ ഇങ്ങനെ എന്തോ തിളക്കമുണ്ട് എന്ന് തോന്നിച്ച് പറ്റിക്കുകയാണ്. അവസാനമായി കൺക്ലൂഡ് ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ലിബറൽ ധാർമ്മികത എന്ന് പറയുന്നത് ഇതിലൊക്കെ അപ്പുറം ഇത് കാപഡ്യാണ് എന്നതാണ്. മനുഷ്യൻ്റെ ജൈവികമായ കാര്യങ്ങളെ, തോന്നലുകളെ, അതൊന്നുമില്ല. ഞാനൊരു ഫ്രണ്ട്സാണ്, എന്തോ ഒന്ന് അടുത്തിരിക്കുമ്പോഴേക്ക്, എന്തോ ഒന്ന് കൈയൊടുക്കുമ്പോഴേക്ക് എന്നൊക്കെ പറഞ്ഞ് കാപഡ്യം നടിച്ച് ചൂഷണം ചെയ്യുകയാണ് ലിബറലിസം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാസങ്ങൾക്ക് മുമ്പ് ചാനലുകളിൽ വലിയ ഇത്തരം പുരോഗമനങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾ വന്ന് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി തൊഴിലെടുത്ത്, എന്നെ തൊട്ടു, എന്നെ തോണ്ടി, അല്ല എന്നെ അങ്ങനെ ആട്ടി എന്ന് പറഞ്ഞ് പ്രയാസപ്പെടുന്ന അവസ്ഥ നമ്മൾ കണ്ടു. മതകീയമായ ഇത്തരം ബൗണ്ടറീസിനെയൊക്കെ ക്രോസ് ചെയ്തു പോയി അവസാനിക്കുന്നത് അവിടെയാണ്. അതുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തുടങ്ങിയത് തന്നെ എങ്ങനെയാണ്: ദ സ്കൈ ഈസ് ഫുൾ ഓഫ് മിസ്റ്ററീസ് വിത്ത് ടിംഗ്ലിംഗ് സ്റ്റാർസ് ആൻഡ് ബ്യൂട്ടിഫുൾ മൂൺ. ആകാശം നല്ല വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളും നല്ല മനോഹരമായ ചന്ദ്രനൊക്കെ ഉള്ള ഭയങ്കര ഭംഗിയുള്ള ഒരു സംഗതിയാണ്. പക്ഷേ the scientific investigation revealed that stars do not tingle. അങ്ങനെ വെട്ടിത്തിളങ്ങളൊന്നുമില്ല നക്ഷത്രങ്ങൾ. nor does the moon look beautiful. ചന്ദ്രനും അത്ര മനോഹാരിതയൊന്നുമില്ല, അത് വലിയ ഗർത്തങ്ങളാണ് അവിടെ ചെന്ന് മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ അകലെ നിന്ന് നോക്കുമ്പോൾ വെട്ടിത്തിളങ്ങുന്ന എന്ന് നമുക്ക് തോന്നുന്ന ലിബറൽ സിദ്ധാന്തങ്ങൾ, വാഗ്ദാനങ്ങൾ, അത് വെറും ഒരു ഇല്യൂഷനാണ്, അതൊരു മരീചികയാണ്. അടുത്തെത്തുമ്പോഴാണ് അപകടം പതിയിരിക്കുന്ന വലിയ ഗർത്തങ്ങളാണത് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. അതിൻ്റെ നേർസാക്ഷ്യങ്ങളുടെ ധാരാളം ഉദാഹരണങ്ങൾ ഇവിടെ വിശദീകരിക്കപ്പെട്ടു. ലളിതവും സുന്ദരവുമായ മത ധാർമ്മികതയുടെ പരിഹാരങ്ങളും നമ്മൾ കേട്ടു. പുനരാലോചനകൾ ഉണ്ടാവട്ടെ, ആരോഗ്യകരമായ സംവാദങ്ങൾ നടക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.